ഹായ് ഹലോ വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് PYQs ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ജൂൺ 2024 വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഓൾഡ് PYQs ആണ്. So the first question, given O as the standard deviation of a given series and if to each and every observation of the series is added a constant k, then what will be the standard deviation of the new series? Okay, so ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മീനിൽ നിന്നുമുള്ള ആ ഒരു ഡേറ്റ സെറ്റിന്റെ സ്പ്രെഡ് എത്രത്തോളമാണ് എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഒബ്സർവേഷനിലേക്കും ഈ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ മാറ്റമൊന്നും തന്നെ സംഭവിക്കില്ല. ഇവിടെ ആൻസർ എന്തായിരിക്കും? നേരത്തെ ഉള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, the O itself. Okay. Next question, given the sample size 400 with a sample mean 99, the population mean 100 and computed value of Z statistics at minus 2.5, the value of population standard deviation will be എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇവിടെ ഒരേ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഇവിടെ അറിയേണ്ടതായിട്ടുള്ളത്. എന്താണ്? Z സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, Z സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇക്വേഷൻ എന്താണ്? It is the sample mean minus population mean divided by the population standard deviation divided by the root of sample size. Okay, പറയുമ്പോൾ അത് confusion ആയിരിക്കും. I will show you the equation. എന്താണ്? This is it. Z is equal to the sample mean minus population mean mu divided by population standard deviation by root n. root n എന്ന് പറയുമ്പോൾ സാമ്പിൾ സൈസ് ആണ് n എന്ന് പറയുന്നത്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടുത്തെ ഈ പറയുന്ന സിഗ്മ. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. സോ എക്സ് ബാർ മൈനസ് മ്യൂ ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ Z ഇൻറ്റു റൂട്ട് n. ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എല്ലാം, ഈ ഇക്വേഷനിലേക്ക് വേണ്ട എല്ലാം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 99, മ്യൂ ഇസ് ഈക്വൽ ടു 100, Z is equal to minus 2.5 and N is equal to 400. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു റൂട്ട് ഉണ്ട്. റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് 400 എന്ന് പറയുമ്പോൾ 20 ആണ് എന്നുള്ളത് ഓർക്കുക. This will be minus 1 divided by minus 2.5 into 20. So ഈ ഒരു മൈനസ് ക്യാൻസൽ ആവുന്നു. 20 by 2.5. നമ്മുടെ ആൻസർ ഇവിടെ എന്തായിരിക്കും? ആൻസർ ഇവിടെ 8 ആയിരിക്കും. ഓപ്ഷൻ സി will be the answer. Next question, for any two equally likely exhaustive and independent events A and B, probability of A intersection B will be equal to. അപ്പോൾ നമുക്ക് ഇവിടെ യാതൊരു തരത്തിലും ഒരു നമ്പേഴ്സും തന്നിട്ടില്ല, അല്ലെ? ഒരു നമ്പേഴ്സും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബബിലിറ്റി, യാതൊരു രീതിയിലും നമുക്ക് ഒരു പ്രോബബിലിറ്റിയും തന്നിട്ടില്ല. പിന്നെ A ഇന്റർസെക്ഷൻ B എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് 3 വാക്കുകളാണ് തന്നിട്ടുള്ളത്. ഈക്വലി ലൈക്ലി, എക്സ്ഹോസ്റ്റീവ് ആൻഡ് ഇൻഡിപെൻഡന്റ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മീൻസ് P of A equal to P of B. 2 ഇവന്റ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഈക്വലി ലൈക്ലി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും പ്രോബബിലിറ്റി എന്താണ്? സെയിം ആണ് എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. ഓക്കെ, then എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this implies A union B is equal to probability of A union B is equal to 1. അതായത് അവിടെ 2 ഇവന്റ്സ് മാത്രമേ ഉള്ളൂ. ഈ 2 ഇവന്റ്സ് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഓൾ പോസിബിൾ ഔട്ട്കംസ് ആർ കവേർഡ് ബൈ A and B. ആ ഒരു സെറ്റില് മറ്റ് ഔട്ട്കംസ് ഒന്നും തന്നെ ഇല്ല. എയും ബിയും മാത്രമേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എയും ഡിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് സെറ്റ് ആയി മാറി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും രണ്ടിന്റെയും പ്രോബബിലിറ്റി ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? Probability of A will be equal to 1/2 and probability of B will be equal to 1/2. That's it. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്പേഴ്സ് ഒന്നും തന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ വാക്കുകളിൽ നിന്ന്, ഈ ഒരു പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്നുള്ള ഒരു വാക്കുകൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. വാട്ട് ഇസ് ഇറ്റ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന് നമുക്ക് ഒരു പ്രോപ്പർട്ടി നമുക്കറിയാം. ഇൻഡിപെൻഡൻസ് ഇവന്റ് ആണ് എന്നുണ്ടെങ്കിൽ probability of A intersection B will be equal to probability of A into probability of B.
എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഒരു റൂള് നമ്മൾ ആദ്യമേ തന്നെ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷന്റെ ആൻസർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ എന്താണെന്ന് പറഞ്ഞു, 1/2 അല്ലെങ്കിൽ 0.5. സോ 0.5 into 0.5 നമുക്ക് വേണ്ട ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 0.25 ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്ന. വീഡിയോയിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടോ അതുപോലെ തന്നെ മറ്റ് സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള PYQs ഒക്കെ തന്നെയും ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് തിയോറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. രണ്ടാമത് പ്രോബബിലിറ്റീനെ ബേസ് ചെയ്ത് വരുന്ന ഇത്തരത്തിലുള്ള റൂൾസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പ്രോബബിലിറ്റീനെ ബേസ് ചെയ്ത ഒരു റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ആ റൂൾസ് ശ്രദ്ധിക്കുക, ഈ ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത Z സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. Okay, so this is it. If you find this video helpful, please like, share and subscribe to this channel. So thanks for watching. Audio Jungle.